എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയാണ്. പച്ചമുളക് ഇട്ട ഒരു പുളിശ്ശേരി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മളൊന്ന് കീറി എടുക്കുക. അപ്പോൾ ഈ പച്ചമുളകെല്ലാം ഞാൻ അതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 10 ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വല്ലാതെ നൈസാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് അതിന് അരപ്പിനുള്ള തേങ്ങയാണ് ശരിയാക്കേണ്ടത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി നാളികേരം ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചൂടിൽ വെച്ച് ചെയ്യണം. അധികം അങ്ങോട്ട് വാടി വരണ്ട. അതിന് മുമ്പ് തന്നെ നമ്മൾ ആ പച്ചമുളകും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു പൊടിയുപ്പ് ഒരു സ്വല്പം കൂടെ ചേർത്തിട്ട് നമ്മൾ ആ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാനും പച്ചമുളകൊന്ന് വെന്ത് കിട്ടാനും, പച്ചമുളകിൽ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. കാരണം പച്ചമുളക് നമ്മൾ ഒരു ഭാഗമാണല്ലോ കീറിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ കടിക്കാനായിരിക്കും രസം. അപ്പോൾ ഒരു വിധമൊക്കെ ഒന്ന് അത് വഴന്ന് വന്നാൽ നമ്മൾ ആ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ വറ്റി നല്ലതുപോലെ തേങ്ങ വെന്തിരുന്നാൽ നമ്മൾക്കിത് ഒരാഴ്ചയോളം നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നമ്മളതൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരാഴ്ച വരെ നമ്മളിത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അത് മൺചട്ടി ഉണ്ടെങ്കിൽ അതിലാണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഏറ്റവും നല്ലത്. ഡെയിലി അത് ചൂടാക്കി കഴിക്കാനും ആ പച്ചമുളക് കടിക്കാനൊക്കെ നല്ലൊരു രുചിയായിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ഇതും ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫുഡ് തന്നെ ആയിരിക്കും. അപ്പം നല്ലതുപോലെ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്കൊരു 200 മില്ലി തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുളിയുടെയും ആ പച്ചമുളകിൻ്റെ എരിവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറി എന്ത് വേണമെങ്കിലും പറയാം, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കതൊരു ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്കും ആ തൈരിൻ്റെയും കൂടി അളവിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചോളൂ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് തൈര് ഒഴിച്ചതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് അതിലേക്കൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയത്ത് അല്പം ഉലുവ ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അല്പം കടുകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 2 തണ്ട് കരിവേപ്പില അതും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് പുളിശ്ശേരിയിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി പച്ചമുളക് പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.